നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കൊല്ലം നിലമേലിൽ ഒരു വലിയൊരു വാഹനാപകടം നടന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. നിലമേലിൽ KSRTC ബസ്സും കാറും ഓട്ടോയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ നിരവധി പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. ബസ്സിന് പിന്നാലെ എത്തിയ ഓട്ടോറിക്ഷയും ഈ അപകടത്തിൽപ്പെടുകയായിരുന്നു. നിലമേൽ മുരുക്കുമണിലാണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും തിരിച്ചു പോകുന്ന ഒരു കാറാണ് ബസ്സുമായി കൂട്ടിയിടിച്ചത്. ഇതിൽ KSRTC ഡ്രൈവറുടെ ഭാഗത്തുണ്ടായ തെറ്റാണെന്നുള്ള ആരോപണവും ഇതിനോടകം തന്നെ നാട്ടുകാർ ഉയർത്തുന്നുണ്ട്. സ്ത്രീകളടക്കം നിരവധി ആളുകൾക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ ഉടൻ തന്നെ യാത്രക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. ഇതിൽ കാർ യാത്രികരായിരുന്ന 2 പേരുടെ നില അതീവ ഗുരുതരമാണ്. KSRTC ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. വൈകുന്നേരം 3 മണിക്കായിരുന്നു നിലമേലിൽ വെച്ച് ഈ അപകടം സംഭവിച്ചത്. KSRTC ബസ്സാകട്ടെ പത്തനാപുരത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്നു. അമിത വേഗതയിലെത്തിയ ബസ് കാറിൽ ഇടിച്ചു കയറുകയായിരുന്നു. ഇതിന്റെ ദൃശ്യങ്ങളും ഇതിനോടകം തന്നെ പുറത്തു വരുന്നുണ്ട്. അതിഭീകരമായ ഇടിയുടെ ആഘാതത്തിൽ അല്പദൂരം മുന്നോട്ട് പോയതിനു ശേഷമാണ് ബസ് നിന്നത് പോലും. കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നതായും ദൃശ്യങ്ങളിലൂടെ കാണാനായി സാധിക്കുന്നുണ്ട്. കാറിന്റെ മുൻ സീറ്റിലിരുന്ന 2 പേരുടെ നിലയാണ് അതീവ ഗുരുതരമായി തുടരുന്നത്. അപകടത്തിൽ ബസിന്റെ പിന്നിലുണ്ടായിരുന്ന ഓട്ടോറിക്ഷ നേരെ വന്ന് ബസ്സിലിടിക്കുകയായിരുന്നു. ഓട്ടോറിക്ഷ ഡ്രൈവറുടെ കാലിന് പൊട്ടലുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. കാര്യമായ അപകടമില്ല എന്നുള്ളതും ഏറെ ആശ്വാസകരമായിട്ടുള്ള വസ്തുതയാണ്. ഡ്രൈവർക്ക് പുറമെ ഒരു അമ്മയും കൈക്കുഞ്ഞുമായിരുന്നു ഈ ഓട്ടോയിൽ ഉണ്ടായിരുന്നത്. ഇവർക്കും പരിക്ക് സംഭവിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഉടനടി തന്നെ പരിക്കേറ്റവരെയൊക്കെ തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത്. KSRTC ഡ്രൈവറെ നിലവിൽ ചടയമംഗലം പോലീസ് സ്റ്റേഷനിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്. ഡ്രൈവറെ മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയനാക്കും. അതിനുശേഷം മറ്റു നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് പറയുന്നത്. KSRTC ബസ് അമിത വേഗത്തിലായിരുന്നു വന്നതെന്നും അമിത വേഗതയാണ് ഈ അപകടത്തിന് കാരണമെന്നുമാണ് പ്രദേശവാസികളും ദൃക്സാക്ഷികളും ഒക്കെ തന്നെ പറയുന്നത്. KSRTC ഡ്രൈവർ അലക്ഷ്യമായി വാഹനം ഓടിച്ചുവെന്ന ആരോപണം ഇതിനോടകം തന്നെ യാത്രക്കാരിൽ ചിലരും ഉന്നയിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.